ഹായ് ഓൾ. ഇതെന്താ ഈ ഒരു വേഷത്തിൽ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിന്നൊരു ധാവണി ലുക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ ഒരു ബ്ലൗസാണിത് കേട്ടോ. അപ്പം ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ട്, എനിക്ക് ധാവണി ചേരുന്നുണ്ടോ, ഇല്ല സാധാ എന്താണ് ചുരിദാറാണോ നല്ലത്, അല്ല എന്താണ് മോഡേണാണോ, എന്ത് ഡ്രസ്സാണ് എനിക്ക് ചേരുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാനിന്ന് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്, അല്ലാതെ ഫേസിൽ ഞാനങ്ങനെ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല. ജസ്റ്റ് ഒരു ടാൽക്കം പൗഡർ ഇടുന്നുണ്ട്. അത് നിങ്ങൾ എൻ്റെ ഒട്ടുമിക്ക മേക്കപ്പ് ലുക്കിനകത്തും കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഡാസ്ലറിൻ്റെ ഒരു ടാൽക്കം പൗഡർ. പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസ് ക്രീമും ഇട്ട് കൊടുത്ത് പിന്നെ ടാൽക്കം പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് കണ്ണെഴുതണം, ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്യണം, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു പൊട്ട് വെക്കണം, ലിപ്സ്റ്റിക്കൊക്കെ ഇടണം. ലിപ്സ്റ്റിക്ക് അത് ഡാസ്ലറിൻ്റെ തന്നെയാണ് ലിപ്സ്റ്റിക്ക് ഞാൻ ഇടുന്നത്. അത് ലിപ്സ്റ്റിക്ക് ഇടുന്നത് ഞാൻ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ എടുത്ത് പറയുന്നത് ഡാസ്ലറിൻ്റെ തന്നെ ആണെന്ന്. അപ്പോൾ ഡാസ്ലറിൻ്റെ തന്നെ ഐബ്രോയും ഐലൈനറും ഡാസ്ലറിൻ്റെ തന്നെയാണ്. അപ്പം ഞാൻ ഇതിപ്പം വെട്ടം മങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കറണ്ട് പോയിട്ട് ഞാൻ വെന്ത് നീറിയിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇട്ട കമ്മലാണ്, കാണിച്ച കമ്മലാണ് ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ എൻ്റെ ധാവണി ഇതാണ്. പിന്നെ ഞാൻ ഇടാൻ പോകുന്ന മാല കണ്ടോ, ഒരു നെക്ലസ് മാതിരിയുള്ളൊരു മാലയാണ്. കറണ്ട് പോയത് കൊണ്ടാണ് ഇങ്ങനെ വേറെ ഒരു വെട്ടം മങ്ങിയിരിക്കുന്നത്. ഇനി എനിക്ക് വള ഇടണം. ഈ 2 വള. പിന്നെ ഇതിടുന്നതിന് മുമ്പായിട്ട് മുടി ഒന്ന് സെറ്റ് ചെയ്യണം. സാധാരണ പോണക്ക് തന്നെ നമ്മൾ 2 ഹെയർ പിന്ന് വെച്ചിട്ട് 2 സൈഡിലായിട്ട് കുറച്ച് മുടി ചീകി എടുത്തിട്ട് അതിങ്ങനെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ രീതിയിൽ പൂ വെക്കാനോ ഒന്നുമില്ല. കാരണം ആവി എടുത്ത് വെന്ത് നീറിയിട്ട് എനിക്ക് അതിനകത്ത് ഇരിക്കാൻ വയ്യ. കറണ്ടില്ലായിരുന്നു, കറണ്ട് അങ്ങ് പോയി. കറണ്ട് എന്നെ ചതിച്ചു. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ കറണ്ട് അങ്ങ് പോയി. അപ്പം ഇങ്ങനെ 2 ഹെയർ പിന്ന് അത് ഇങ്ങനെ 2 സൈഡിലായിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത്രയേ ഉള്ളൂ മേക്കപ്പ് ലുക്ക്. അല്ലാതെ വലിയ രീതിയിലുള്ള ആഡംബരമായിട്ടുള്ള രീതിയിലുള്ള മേക്കപ്പ് ലുക്കൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് ഞങ്ങൾ തിരുവാതിരയുടെ കോസ്റ്റ്യൂം ആയിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെ എങ്ങനെയുണ്ട്, എനിക്ക് ഈ കോസ്റ്റ്യൂം ചേരുമോ, അപ്പോൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഈ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാം എന്നുള്ളൊരു തോന്നൽ വന്നതുകൊണ്ടാണ് അപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാമെന്ന് കരുതിയത്. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ സീമന്തരേഖയിലെ സിന്ദൂരം തൊട്ട് കൊടുക്കണം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത്രയും ചെയ്തു. വളയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുള്ളായിട്ടുള്ളത് നമുക്ക് കണ്ടാലോ. ഇതാണ് എൻ്റെ ഫുള്ളായിട്ടുള്ള ഔട്ട്ഫിറ്റ്. അപ്പോൾ എങ്ങനെയുണ്ട്, എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണേ. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ, താങ്ക് യു ഓൾ.